അതായത് ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും, ഓ നിങ്ങളിതിന് യാതൊരു പ്രോബ്ലവും ഇല്ല, മരണമില്ല എന്ന് പറയണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഗർഭപാത്രത്തിലിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന്. നമ്മൾ ഓരോരുത്തരും ജനിച്ച് വന്ന് നമ്മളെ അറിഞ്ഞത് തൊട്ട് നമ്മളുണ്ടാക്കിയ പ്രോബ്ലം മാത്രമേ നമുക്കുള്ളൂ. അപ്പം അന്നേ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ ചത്തുപോയേനെ. ഇപ്പം നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തികൾ മാത്രമേ നമ്മൾ ഓരോരുത്തർക്കും ഇത്രയും കാലമായിട്ട് നാശമായിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ ഹൃദയം എന്തെങ്കിലും നമ്മളോട് പറഞ്ഞില്ല, ഓ ഞാനൊരു 5 മിനിറ്റ് പണി മുടക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച ഒരു 5 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മുടെ സംസാരം നിന്നുപോയിട്ടില്ല. അപ്പോൾ ഒരുപാട് സാധ്യതകളാണ് ഇത് നമുക്ക് തന്നത്. നമ്മൾ തിരിച്ചെന്താ കൊടുത്ത്, നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അത് നശിപ്പിക്കാനേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഗർഭപാത്രത്തിലും അതിൻ്റെ മുമ്പുള്ള അവസ്ഥ അറിഞ്ഞ് അവിടെ ഒരു ഷാഫിയും അല്ലെങ്കിൽ ഒരു നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇത് അന്നേ നശിച്ചു പോയേനെ. അപ്പോൾ അറിയാതിരുന്നത് കൊണ്ട് ആ അറിവില്ലായ്മയുടെ ആ കൃത്യതയാണ് നമുക്ക് ഈ അറിവിലേക്ക് എത്താൻ നമ്മളെ സാധിച്ചത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ അഹങ്കാരത്തെ വിട്ടുകൊടുത്തിട്ട് ആ അറിവില്ലായ്മയുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കാൻ നമ്മുടെ താല്പര്യം ഉണ്ടായി വരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.